ജോർജ് തോമസ് പോത്താനിക്കലച്ചനാണ്. വന്നിരിക്കുന്ന എല്ലാവരും ഈ ശുശ്രൂഷയെ സംബന്ധിക്കുവാനായിട്ട് ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരണമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ദേവാലയത്തിൽ ചെരുപ്പ് ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ആചാരപ്രകാരം സ്ത്രീകൾ തലയിൽ തലമൂടി നിൽക്കണം എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പെട്ട ജോർജ് തോമസ് പോത്താനിക്കലച്ചൻ. ഈ ഞങ്ങളുടെ സഹോദരങ്ങളെ യോജിപ്പിക്കണമേ. തന്മൂലം ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം അനുയോജ്യം സ്വീകരിക്കുകയും ചെയ്തകൊണ്ടുള്ള ഐക്യമത്യം ഇവരിൽ ഉണ്ടാവുകയും ചെയ്യുമാറാകണമേ. Sudhaya
Amen.
ദൈവിക പദ്ധതിയിലേക്ക് വിളിച്ച് അടുപ്പിക്കപ്പെട്ടിരിക്കുന്ന വിപിനും ജിനുവിനും എല്ലാ നന്മകളും ഭാവങ്ങളും ഈ സന്ദർഭത്തിൽ ആശംസിക്കുകയാണ്.
കേരളത്തിലെ ആധ്യാത്മിക നവോത്ഥാനത്തിൽ എത്രയും ചെറുതല്ലാത്ത സ്ഥാനം വഹിക്കുന്ന ഈ പരിശുദ്ധ ഈ ദേവാലയത്തിൽ ഈ മക്കൾ വിവാഹിതരാകുകയാണ്. ഈ സർക്കാരിൻ്റെ ആദ്യകാല പേര് പടുത്ത വീട് എന്നാണ്. വൈദികരെ അഭ്യസിപ്പിച്ച് ദൈവിക ശ്രേണിയിലേക്ക് അവർക്ക് രൂപാന്തരം വരുത്തി അനുഗ്രഹീതമായിരിക്കുന്ന ദൈവിക സേവനത്തിന് ഉള്ള പടുത്ത വീടായിട്ടാണ് ഈ സ്ഥാപനം ജനലക്ഷങ്ങളുടെ ഹൃദയത്തിൽ ജനപ്രതിഷ്ഠ കഴിയുന്നത്. തീർച്ചയായും മക്കൾ അവരുടെ വിവാഹ ജീവിതത്തിൻ്റെ പടുത്ത ഗ്രഹത്തിലേക്ക് ഇന്ന് യാത്രയാകുമ്പോൾ തുടക്കം കുറിക്കുമ്പോൾ അത് വളരെയധികം ചേർച്ചയുള്ള ഒരു അനുഭവമായിട്ട് ഞാൻ കാണുകയാണ്. ദൈവത്തിൻ്റെ വലിയ പദ്ധതിയാണ് കുടുംബജീവിതം. വിവാഹം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുമ്പോൾ വിവാഹം എന്ന പദം സംസ്കൃതത്തിലെ വാഹ് എന്ന് പറയുന്ന പദത്തിൽ നിന്ന് രൂപം കൊണ്ടതാണ്. വാഹ് എന്ന് പറഞ്ഞാൽ കൂട്ടിക്കൊണ്ട് പോകുക, തട്ടിക്കൊണ്ട് പോകുക എന്നൊക്കെയാണ് അർത്ഥം. ആദ്യകാലങ്ങളിൽ ഒരു സ്ത്രീയെ ബലം പ്രയോഗിച്ച് കൊണ്ടുപോകുന്ന ഒരു സംസ്കാരത്തിലായിരിക്കാം ഒരു പക്ഷേ ആ പദം കടന്നുപോയി. ഒരു തരത്തിൽ പറഞ്ഞാൽ പങ്കാളിയുടെ മനസ്സിലേക്ക് മറ്റൊരു പങ്കാളിയെ കൂട്ടിക്കൊണ്ട് പോകുന്ന, കടത്തിക്കൊണ്ട് പോകുന്ന ഒരു അനുഭവമാണ് വിവാഹം എന്ന് പറയുന്നത്. അതോടുകൂടി അവരുടെ കുടുംബജീവിതം ആരംഭിക്കുകയാണ്. കുടുംബം എന്ന പദത്തിന്റെ അർത്ഥം കുടുംബയിലേക്ക് പറഞ്ഞ സംസ്കൃത പദത്തിൽ നിന്നാണ്. അതിന്റെ അർത്ഥം സംഭരിക്കുന്ന സ്ഥലമാണ്. ഇരു മക്കളും ഇന്ന് അവരുടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച് ദൈവകൃപ സമ്പാദിക്കുകയാണ്. അതാണ് ആദ്യ കുടുംബത്തെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണും. ദൈവം ആദാമിനെ സൃഷ്ടിച്ചു. അവൻ ഏകനായിരിക്കും നല്ലത് കണ്ട് ഒരു തക്ക തുണയെ കർത്താവ് ദൈവം അവന് വേണ്ടി സൃഷ്ടിച്ചതായി. ഇനി അവർ ഏക ശരീരമായിരിക്കണമെന്നും അവർ വേർപിരിയാൻ പാടില്ല എന്നുള്ള വിശുദ്ധമായിരിക്കുന്ന കൽപ്പന കുടുംബജീവിതത്തിന് നൽകിക്കൊണ്ടാണ് കുടുംബജീവിതത്തിന്റെ തുടക്കം വേദപുസ്തകത്തിൽ സ്പഷ്ടമായിട്ട് രേഖപ്പെടുത്തി. അവരുടെ നിലയിൽ ഈ മകളും വലിയ ദൈവിക പദ്ധതിയിൽ ഇന്ന് പങ്കുചേരുകയാണ്. കർത്താവ് തന്നെ സമീപിക്കുന്ന സാധുക്കളുടെ പരീക്ഷന്മാരോട് തന്നെയാണ് പറഞ്ഞത്. ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കും. നിങ്ങളുടെ ഈ ജീവിതത്തിന് അർത്ഥപൂർണ്ണമായിരിക്കുന്ന ഒരു വിശാലത നൽകുന്ന അനുഭവത്തിലേക്ക് ഇന്ന് ഈ വിവാഹത്തിലൂടെ തുടർന്നുള്ള കുടുംബജീവിതത്തിലൂടെ ആയിത്തീരുകയാണ്. ഇന്നത്തെ ആദ്യത്തെ പ്രാർത്ഥനയിൽ തന്നെ നമ്മുടെ കൂടി വരവിന്റെ ഉദ്ദേശത്തെ കുറിച്ച് പ്രാർത്ഥനയെ സൂചിപ്പിക്കുന്നു. ഈ മണവാട് കൂടുതലും ഈ മണവാട്ടി ശ്രേഷ്ഠനുമായി തീരണം. ഇന്നത്തെ പ്രാർത്ഥന മുഴുവൻ ഇതാണ് നമുക്ക് ആശംസിക്കുവാനായിട്ട് ഉള്ളത്. മനോഹരമായ ഗീതങ്ങൾ പെൺകുട്ടിയെയും പുരുഷനെയും വാഴ്ച സ്തുതിക്കുന്നതായിട്ട് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ പിതാക്കന്മാര് ഇന്നത്തെ വിവാഹ ശുശ്രൂഷയും അതോടൊപ്പം തന്നെ സഭയെ കുറിച്ച് ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഗീതങ്ങളാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ജാനിയായിരിക്കുന്ന ശതകവും ഉത്തമ ഗീതത്തിലൂടെ സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധത്തെ ശാശ്വതീകരിക്കുന്നത് പോലെ ഇന്നത്തെ പാട്ടുകളിലൂടെ ഈ മണവാളും മണവാട്ടിയും യേശു ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തിന്റെ ശാശ്വതീകരണം അവരുടെ കുടുംബജീവിതത്തിലൂടെ സാധ്യമാക്കി തീർക്കണമെന്നാണ് ഈ പാട്ടുകളിലൂടെ ഓർക്കുന്നത്. അവരുടെ സുന്ദരിയുടെ അതിസുന്ദരിയായിരിക്കുന്ന ഈ പെൺകുട്ടി, സുന്ദരനായിരിക്കുന്ന ഈ വിപുലമായിട്ട് യേശു ക്രിസ്തു തമ്മിലുള്ള ബന്ധം, ക്രിസ്തു സഭയും തമ്മിലുള്ള ബന്ധത്തെ അനുഗ്രഹപൂർണ്ണമായിട്ട് പ്രാവർത്തികമാക്കണം എന്ന് ഈ പാട്ടുകളിലൂടെ ഓർമ്മിക്കുകയാണ്. തുടർന്ന് നമ്മൾ വായിച്ചു കേൾക്കുന്ന വിശുദ്ധ ലേഖന ഭാഗം വിശുദ്ധ പൗലോസ് എഴുതിയ ലേഖനമാണ്. അതിൽ 5-ാം അധ്യായത്തിന്റെ അവസാന ഭാഗവും 6-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗവും ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇവിടെ വായിക്കുന്നത്. അതിൽ ആദ്യ ഭാഗത്ത് പൗലോസ് സംശയലേശനെ പറയുന്നു, ഈ വിവാഹം ക്രിസ്തു സഭയും തമ്മിലുള്ള ബന്ധം പോലെ പരിപാലനവും വിശുദ്ധവും സുന്ദരവുമാണ് എന്ന് ഓർമ്മിക്കുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ പ്രാർത്ഥനകളിലൂടെ പ്രധാനമായി 4 കാര്യങ്ങൾ ഈ കുടുംബജീവിതത്തിന് സാധ്യമായി തീരണമെന്ന് ആശംസിക്കുകയാണ്. ഒന്ന്, തൃത്വത്തിലുള്ള ആഴമായിരുന്ന സ്നേഹവും സന്തോഷവും ഇവിടെ കുടുംബജീവിതത്തിൽ ഉണ്ടാകും. ഒരിക്കലും മാറ്റപ്പെടാനാവാത്ത ആ സ്നേഹം, ആ ബന്ധം ഇവിടെ കുടുംബജീവിതത്തിൽ ആയിത്തീരണമെന്നാണ് ഇന്നത്തെ പ്രാർത്ഥനകളിലൂടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ സ്നേഹവും
തീർച്ചയായും സ്വർഗരാജ്യത്തിന് ഉല്ലാസമാണ് കുടുംബ ജീവിതത്തിലൂടെ ഇവർക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ ലോകത്തുള്ള കുടുംബ ജീവിതം എന്ന് പറയുന്നത് ദൈവരാജ്യത്തിന്റെ പ്രകടനമായിരിക്കുന്ന ഒരു അനുഭവമാണ് എന്ന് പ്രാർത്ഥന ഓർപ്പിക്കുക. ഈ മക്കളുടെ കുടുംബ ജീവിതത്തിൽ എന്നും ദൈവകൃപ ആവോളം സംഭരിക്കാൻ തക്കവണ്ണം ആധ്യാത്മിക ജീവിതത്തിന്റെ എല്ലാ നിറവും ഈ മക്കളിൽ ഉണ്ടാകണം എന്ന് ഇവിടെ ഓർമ്മിക്കും. രണ്ടാമത് ഇവിടുത്തെ പ്രാർത്ഥനയിൽ പറയുന്നത് ഇവർ രണ്ടുപേരും സ്നേഹാഗ്നിയിൽ ഒരുക്കപ്പെട്ട് പുതിയൊരു രൂപമായി എന്ന് പറഞ്ഞാൽ ദൈവിക സ്നേഹത്തിന്റെ പങ്കിടിയിലാണ് കുടുംബജീവിതം എന്ന് പറയുന്നത്. ആ സ്നേഹത്തിന്റെ പങ്കിടിയിൽ ഒരു കാലത്തും നഷ്ടപ്പെടാൻ കാരണം എത്രമാത്രം സ്നേഹിക്കുന്നു അത് 100 തിരിച്ചു കിട്ടും എന്നാണ് നാട്ടും വഴി. തീർച്ചയായും പരസ്പരം സ്നേഹിക്കുന്നു. ഈ കുടുംബജീവിതത്തിലൂടെ അവർക്ക് സാധ്യമായി തീരുമ്പോൾ അത് ഏകജാതിനെ നൽകുന്ന ലോകത്തെ സ്നേഹിച്ച പിതാവിന്റെ ആഴമായിരുന്ന സ്നേഹം, പാപികളെ വീണ്ടെടുക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹം, ഈ സമൂഹത്തെയും ലോകത്തെയും പ്രതികരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ആഴമായ വ്യാപാരം അത് ഇവരിൽ സംജാതമായി തീരണം എന്ന് ഓർമ്മിപ്പിക്കുക. മൂന്നാമത് ഓർമ്മിപ്പിക്കുന്നത് കുടുംബജീവിതം എന്ന് പറയുന്നത് പരസ്പരം പങ്കിടിയിലാണ്, ഷെയറിംഗ്. അതുകൊണ്ട് സുഖദുഃഖങ്ങളുടെ പങ്കിടിയിലാണ് കുടുംബജീവിതം. ഇത് പരസ്പരം സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുന്നതല്ലാതെ, പങ്കിടുന്നു പറയുന്നതല്ലാതെ, സ്വാർത്ഥം നിറഞ്ഞ അനുഭവത്തിൽ പലപ്പോഴും കുടുംബജീവിതം എത്തിച്ചേരുമ്പോൾ അത് വളരെയധികം ഭിന്നതകൾക്കും വേർപിരിയലിനും കാരണമായിട്ട്. അതുകൊണ്ട് സുഖത്തിലും ദുഃഖത്തിലുമുള്ള വലിയൊരു പങ്കാളിത്തം അത് ഇവരുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ഏറ്റവും ആവശ്യം. നാലാമത് ലേഖനത്തെ ഓർപ്പിക്കുന്നത് എന്താണ് കുടുംബജീവിതത്തിൽ ആത്യന്തികമായി അനുഗ്രഹം? ദൈവം നൽകുന്ന കുഞ്ഞുങ്ങളാണ്, ദൈവം നൽകുന്ന വരദാനമാണ് ദൈവം നൽകുന്ന കുഞ്ഞുങ്ങൾ. അതുകൊണ്ട് വലിയ ആശംസയാണുള്ളത്. നോഹിനും അബ്രഹാമിനും ദൈവം നൽകിയ വാഗ്ദത്തം ഇവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കും. കടൽക്കരയിലെ മണൽ പോലെയും ആകാശങ്ങളിലെ താരങ്ങൾ പോലെയും ഇവർ കുഞ്ഞുങ്ങളുണ്ടാകും. അസ്വാഭാവികമായ കാര്യം. എങ്കിലും ഒരു കുടുംബജീവിതത്തിലേക്ക് ഇവർ ആരംഭിക്കുമ്പോൾ വലിയൊരു തലമുറയെ വാർത്തെടുക്കാനുള്ള ഉത്തരവാദിത്വമാണ്. 4 തലമുറ കഴിഞ്ഞാൽ പിന്നെ കുടുംബം തന്നെ വിശേഷിപ്പിക്കുക, ഗോത്രം എന്നാണ് വിശേഷിപ്പിക്കുക. എന്നൊരു ഗോത്രത്തിന് തുടക്കം കുറിക്കുക. അതുവഴി എല്ലാതെയും ആഗ്രഹിക്കുന്നത് സ്വർഗരാജ്യത്തിന്റെ വലിയൊരു അനുഭവം എണ്ണിക്കൂടാത്ത ആയിരങ്ങളുടെ ഗണത്തിലേക്ക് ഈ മക്കൾ അവരുടേതായ നിലയിൽ കുടുംബജീവിതത്തിലൂടെ ദൈവമക്കൾക്ക് ജന്മം നൽകി ദൈവികമായിരുന്ന ശുശ്രൂഷകളിൽ പങ്കുകാരായിത്തീരണമെന്നുള്ളതാണ്. ആചാര്യ ഒരു കാലഘട്ടത്തിൽ പഠിപ്പിച്ചത് ദാമ്പത്യം പാപമാണ്. അതിനുണ്ടാക്കിയ അല്ലെങ്കിൽ ദൈവശാസ്ത്രവും വേദശാസ്ത്രവും ഒരിക്കലും പൗരസ്ഥിതാക്കന്മാരെ പഠിപ്പിച്ചില്ല. കുടുംബജീവിതം പരിശുദ്ധമാണെന്നും ദിവ്യമാണെന്നും അത് ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണെന്നും പിതാക്കന്മാരെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇവിടെ കുടുംബജീവിതത്തിലേക്ക് ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവം നൽകിയ വലിയൊരു അനുഭവമായിട്ട് അതിനെ കണ്ടുകൊണ്ട് തലമുറകളെ പ്രാർത്ഥനയോടെയും ശ്രദ്ധയോടെയും വാർത്തെടുക്കുവാൻ തക്കവണ്ണം ദൈവത്തെ അനുഗ്രഹിച്ചിരിക്കുക. വിവിധം കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇവരെല്ലാ നന്മകളും ഭാവങ്ങളും അനവരതം നൽകട്ടെ കൃത്യമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കുടുംബജീവിതം മറ്റുള്ളവർക്ക് മാതൃകയായി ചെയ്യുവാൻ സംഗതിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദീർഘകാലമായിട്ടുള്ള വിവിധമായിട്ടുള്ള സ്നേഹബന്ധത്തിലൂടെ ജീവിതത്തിന് ഉറപ്പുതരാൻ സാധിക്കും. ദൈവാശ്രയമുള്ള മകനാണ്. ഒരിക്കലും കടക്കാരെ അടുക്കൽ ക്ഷണിക്കുവാനായിട്ട് വിവാഹ ക്ഷണിക്കുവാനായിട്ട് കടന്നിരുന്നു. അച്ഛനോട് വിവാഹ കാര്യങ്ങൾ പറഞ്ഞു. അച്ഛനെ ഈ വിവാഹം ക്ഷണിക്കുവാനായിട്ട് വന്ന ചെറുപ്പക്കാരനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ പെൺകുട്ടിയെ തെരഞ്ഞെടുപ്പ്? പാവം പറഞ്ഞു, നല്ല ജോലിയുള്ളവർ അച്ഛനൊരു പൂജ, അച്ഛൻ്റെ പേപ്പറിന്റെ മുകളിൽ പൂജ. രണ്ടാമത് അച്ഛൻ ചോദിച്ചു, മറ്റെന്താണ് പ്രത്യേകത? സൗന്ദര്യം, അച്ഛനൊരു പൂജ്യം കഴിയും. മറ്റെന്താണ്? നല്ല കുടുംബമൊക്കെ ഉണ്ട്, പൂജ്യം കഴിയും. പല പൂജ്യങ്ങൾ കടന്നതിന് കഴിഞ്ഞ് വീണ്ടും അച്ഛൻ ചോദിച്ചു, മറ്റെന്തെങ്കിലും ഉണ്ടോ? ഏറ്റവും അവസാനമായിട്ട് ചെറുപ്പക്കാരൻ പറഞ്ഞു, ആ പെൺകുട്ടിക്ക് ദൈവാശ്രയമാണ്. എല്ലാ പൂജ്യങ്ങളുടെയും ഇടതുവശത്ത് ഒരു 1 അച്ഛൻ രേഖപ്പെടുത്തി. തീർച്ചയായും ഇത് പരസ്പരം ഇപ്പോൾ ദിവസത്തിൽ ബന്ധിതരായിരിക്കുന്നത് മറ്റെന്തെങ്കിലും ശ്രേഷ്ഠതയുടെ ഭാഗമായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറിച്ച് ദൈവാശ്രയമുള്ള ഒരു പങ്കാളിയെ കണ്ടെത്തി ദൈവം ഈ പരിശുദ്ധ ദേവാലയത്തിൽ വെച്ച് സംയോജിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ ആഴമായിരിക്കുന്ന കൃപ അനുഗ്രഹം ഈ മക്കളിൽ സമൃദ്ധിയായിട്ട് ഉണ്ടായിട്ട് അനുഗ്രഹിക്കുന്ന കുടുംബജീവിതത്തിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കുക. ഈ സമൂഹത്തിന് നന്മ പറഞ്ഞ കുടുംബജീവിതത്തെ മാതൃകയാക്കി കാണിക്കുക, അനേകർക്ക് നന്മ പറഞ്ഞു കൊടുക്കുവാൻ ദൈവം ഈ ബന്ധത്തെ ശാശ്വതീകരിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ നന്മകളും ഇവിടെ കൂടി വന്നിരിക്കുന്ന ഐക്യശ്രേഷ്ഠയുടെ നാമത്തിൽ
കൂടി വന്നിരിക്കുന്ന ബന്ധുമിത്രാവുകളുടെ വിശിഷ്ടാവിന്റെ നാമത്തിൽ ആശംസിച്ചുകൊണ്ട് ഏറെ വാക്കുകളെ സംഭരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഒരു ആശംസ നൽകണം. അദ്ദേഹത്തിന് വളരെ തിരക്കുണ്ട്. ഈ തിരക്കിനിടയിലും നമ്മുടെ ഇതിൻ്റെ വിവാഹ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുവാൻ എത്തിച്ചേർന്ന അദ്ദേഹത്തിന് സ്വാഗതം ചെയ്യുന്നു. ഒരു ആശംസ പറയുവാൻ ഞാൻ നിർദ്ദേശിക്കുന്നു.
ബന്ധിതരായിരിക്കുന്ന ഈ മക്കളെ അവിടുത്തെ നിർദ്ദേശങ്ങളാൽ ശ്രേഷ്ഠമാക്കി അങ്ങയുടെ വിധാനങ്ങളാൽ സന്തോഷിക്കുകയും ചെയ്യണം. അങ്ങയുടെ
നിന്റെ കർമ്മയുടെ നിന്നും ദൈവത്തിന്റെ പ്രാർത്ഥിക്കുന്ന ഇവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. സകല പ്രവൃത്തികളിലും ഉത്തമന്മാരായിരിക്കുവാൻ ഇവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകി ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ തന്നെ ധരിക്കുവാൻ തക്കവണ്ണം നിന്റെ ന്യായപ്രമാണത്തിൽ ഇവരെ കാത്തുനയിച്ചുകൊള്ളണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടി പ്രയാണം ചെയ്യുവാൻ മക്കൾക്ക് കൃപ നൽകണമേ. ആത്മീയ നൽവരങ്ങളിൽ തൽപരരും ആത്മശരീരങ്ങൾക്ക് പ്രയോജനപരവുമായ ദൈവീയ വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് ഉണ്ടാക്കുന്നവരുമായി തീരുമാനമേ. കർത്താവേ, ജീവനെ കാക്ഷിക്കുന്നവരും പാപമാണവരുന്നാൽ വിരോധമായ തീരുമാനമേ. നിന്റെ പരിശുദ്ധിയുടെ ഭാഗത്തേക്ക് അടുത്ത് വരുവാൻ ശപിക്കപ്പെട്ടവനായ സാധാരണദാസത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാൻ തക്കവണ്ണം ഇവിടെ ഹൃദയങ്ങളെ സംയോജിപ്പിച്ചുകൊള്ളണമേ. ഞങ്ങളെയും ഇവരെയും നിന്റെ ആത്മീയ ഒരു തോപ്പിൽ നീതി പ്രവർത്തിക്കുന്നവരെക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനയിലും തീഷ്ണതയുള്ളവരുമായി തീർക്കണമേ. കർത്താവേ, വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരുമായി തീർക്കണമേ. കർത്താവേ, ഞങ്ങൾ ശ്രേഷ്ഠനെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പേരിടുന്നവരുമായി തീരുമാനമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളാൽ ആശ്രയിക്കുകയും സ്വർഗ്ഗരാജ്യത്തിലവരെ ആനന്ദിക്കുകയും ചെയ്യണമേ. യുദ്ധവും നഷ്ടപ്പെട്ടുകൊള്ളുന്നതാകുമല്ലോ നിനക്കും നിങ്ങളുടെ പുതിയ സ്വാതന്ത്ര്യം സമർപ്പിക്കുന്നു. വിശുദ്ധന്മാർ വാഗ്ദാനം ചെയ്തിട്ടുള്ളവരിൽ ഞങ്ങൾ
മെസ്സിയായുള്ള സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യും. സ്ത്രീകളെ, നമ്മുടെ ഭർത്താക്കന്മാരുടെ പ്രകാരം നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പീൻ. എന്നാൽ വിശ്വാസപ്പെടുകയും ശരീരത്തിന്റെ രക്ഷിതാവുന്നു. പ്രകാരം ഭർത്താവായുടെ തലയാകുന്നു. സഭ വിശ്വാസിക്കപ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരുടെ ഭർത്താക്കന്മാർക്ക് സ്ഥലത്തിന് കീഴ്പ്പെടണം. ഭർത്താക്കന്മാരെ, മിശിഹായുടെ സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കുവാൻ വേണ്ടി തന്നെ സമർപ്പിച്ചതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വലനാൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കരയോ ചുടുവോ മറ്റു കുറവുകളോ ഇല്ലാത്ത അർത്ഥപൂർണ്ണമായി തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളമരീതിയും പ്രസിദ്ധിയുമായിരിക്കുന്നതിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരം അതുപോലെ ഭാര്യമാരെ സ്നേഹിക്കുന്നതാകുന്നു. എന്നാൽ തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നത് തന്നെ തന്നെയാകും സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദ്വേഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മെസ്സിഹാ സഭയ്ക്ക് വേണ്ടി എന്നതുപോലെ വിഘോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തന്റെ ഭാര്യയോട് ചേരും. അവരിലും ഏകശരീരമായി തീരുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. ഞാൻ നിശ്ചയകുറിച്ചും അവിടുത്തെ സഭയെക്കുറിച്ചും ആകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരെന്ന പോലെ തന്റെ ഭാര്യയെ സ്നേഹിക്കും. ഭാര്യ ആകട്ടെ സ്വഭർത്താവിനെ ആദരിക്കുക വേണം. മക്കളെ, നിങ്ങൾ ഭർത്താവിനോട് മാതാപിതാക്കന്മാരെ അനുസരിപ്പീൻ. എന്നാൽ അത് നീതിയാകുന്നു. നിനക്ക് നന്മ നീ ഭൂമിയിൽ ദീർഘായുസ്സായിരിക്കാനായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കാൻ എന്നുള്ളത് വാക്കുവാനോടിയ കൽപ്പനയാകും. അവനായി പാടുന്നു. സൗഖ്യമാവശ്യമുള്ളവരെ നൽകിയ
Thank you.
പരിശുദ്ധാത്മാവിനും സ്തുതി കയറ്റിക്കൊണ്ട് ആയുഷ്കാലം മുഴുവനും